ഇവാളിലൊക്കെ പെടക്കണ മീനാണ് കണ്ട ഇതൊക്കെ പെടക്കണ മീനാണ്. ആയത്ത മുറി ആയിട്ടാണ്. ഹലോ ചാമാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വെറൈറ്റി ഒരു കിടിലം മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ മുന്നോട്ട് കാണിക്കണം. കിണ്ണം കാഴ്ച വീഡിയോ മീൻ പിടുത്തോണ് ഇൻട്രോ തന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചത്. കാരണം വെറൈറ്റി നമ്മുടെ യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തില്ല. ഈ ചെറിയ വള്ളത്തിൽ അതായത് ഫൈബർ വല അടിച്ചിട്ട് മീനൊക്കെ നോക്കിയത് തളയനൊക്കെ കിട്ടാൻ നോക്കിയത് അല്ല പേട്ട കിടക്കുന്ന തളയ പച്ചത്തളയം കടാ പച്ചത്തളയനെ കടാ ചാവ നോക്കി നോക്കി വാലയുടെ അടിപൊളി കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു കീടിലം വീഡിയോ ആണ്. ഇത് അറച്ച് മീനാണ്. നമ്മൾ വല കയറുമ്പോൾ ഇവിടെയൊക്കെ ചെമ്മീൻ, അവിടെ ചെമ്മീനൊക്കെ ഉണ്ട്. വല കയറുമ്പോൾ ഇത് അറച്ച് മീൻ കിട്ടുന്നതിന് കണ്ടാ ഇവിടെ ചെമ്പാനൊക്കെ കിടപ്പുണ്ട്. അവ പറഞ്ഞിട്ടുള്ള ഒരു കീടിലം വീഡിയോ എല്ലാ കൂട്ടൊക്കെ നമ്മൾ 4 വല കിണ്ണം കാച്ച വീഡിയോ ഞാൻ നിങ്ങളോട്ട് കാണിച്ചിട്ടാ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അപ്പാ. സമയം ഒരു 6 മണിയായിട്ടുണ്ട്. നമ്മൾ ഫൈബർ വള്ളവും കൊണ്ട് നേരെ കടലിലോട്ട് പോകുന്ന ഒരു കാഴ്ച കേട്ടാ. പിന്നെ ഒരു കാര്യം, ഈ ഒരു മീൻപിടുത്തം വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻപിടുത്തവും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത്. പലതവണയും നമ്മൾ കടൽ ലൈഫ് വ്ലോഗ് അല്ലെങ്കിൽ നമ്മുടെ ചേട്ടൻ മഹേഷേൻ്റെ കൂടെ കടലിൽ പോയിട്ടുണ്ട്. പലതരം മീൻപിടുത്തവും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതും ഒരു വെറൈറ്റി മീൻപിടുത്തം. ഇവരാദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കണ ഒരു മീൻപിടുത്തമാണ്. വള്ളക്കാര വല സെക്കൻഡ് വല വാങ്ങിയിട്ട് അതേപോലെ തന്നെ കറക്കി മീനെ കണ്ടടിച്ചിട്ടുള്ള മീൻപിടുത്തവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നേക്കണത്. പോണ വഴിയെ നമ്മുടെ മുനമ്പം അതുപോലെ തന്നെ അഴീക്കോടും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പാലം പണിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് മുറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫെറിയും ചെങ്കാറും അല്ല, ഇനി പാലം വരാൻ വേണ്ടി പോവേണ്ട. അങ്ങനെയുള്ള റിങ്ങും കാര്യങ്ങളൊക്കെ അതെ വേഗം റെഡിയാക്കി വെക്കണതാണ്. മടക്ക് ഭാഗത്താണ് റിങ് വന്നത്. പിന്നെ ഇത് വീഞ്ചുകൊണ്ടല്ല നമ്മൾ കൈക്ക് പിടിച്ചാണ് റോപ്പും കാര്യങ്ങളെല്ലാം കയറ്റണം കേട്ടാ. അപ്പോൾ ഓരോ കാര്യങ്ങളും പോണ വഴി തന്നെ വേഗം വേഗം സെറ്റ് ചെയ്തെടുക്കണ ഒരു കാഴ്ച കേട്ടാ. അങ്ങനെ നമ്മൾ പയ്യെ കടലിനുള്ളിലോട്ട് കയറണം. ഉള്ളിലോട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മാറ് ആഴ്ച 5 മാറൊക്കെ ആഴ്ചയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വല അടിക്കുള്ളൂ. അതായത് കര കണ്ടിട്ടുള്ള മീൻ പിടുത്തോളൂ. ഭയങ്കരമായിട്ട് ഉള്ളിലോട്ട് പോയിട്ടുള്ള ആഴക്കടലിലെ മീൻ പിടുത്തം നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് പെയ്ത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ മീനെ കാണണം. നമുക്ക് എക്കോ സൗണ്ടർ ഉണ്ട്, അതിൽ മീനെയും കാര്യങ്ങളും കാണിക്കും, അല്ലെങ്കിൽ ക്യാമറ എന്ന് പറയാം. അതുപോലെ തന്നെ മേലേലും കാണിക്കും. ഇപ്പം ഇവിടെ ഒരു ഡപ്പ വെള്ളം വല അടിച്ച് കിടക്കുകയാണ്. നിറച്ച് ചെമ്മീനാണ്. മേലേ കൂടി ആ ചെമ്മീൻ കഴിക്കാൻ വേണ്ടി പരുന്തും കാക്കയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കേട്ടോ കടലിൽ. അതും ഇവർ വെളുപ്പിൽ വന്ന് അടിച്ചേക്കണ വെള്ളമാണ്. നമ്മൾ നേരം വെളുത്താണ് ഈ ഫൈബർ വെള്ളം കടലിലോട്ടൊക്കെ ഇറങ്ങുള്ളൂ. കാരണം ഒരു ചെറിയ വെള്ളം കൊണ്ട് വലിയ വെള്ളങ്ങളൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ട് പോകാതിരിക്കാൻ എല്ലാവരും പോയിട്ട് നമ്മൾ പയ്യെ ഇറങ്ങുള്ളൂ കടലിലോട്ട്. ഇപ്പുറം നോക്കുകയാണെങ്കിൽ വലിയ ലൈലാൻഡ് വെള്ളവും വലയൊക്കെ അടിച്ച് കിടക്കുകയാണ്. അപ്പം ഇന്നത്തെ പണി മിക്കവാറും ചെമ്മീത്തിനായിരിക്കും. അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ നോക്കണ ഒരു കാഴ്ചയാണ്. ചെമ്മീൻ മാത്രമേ നമ്മൾ വല അടിക്കണത്, ചൂടൊക്കെ അടിക്കും. അതുപോലെ തന്നെ ഇടത്തരം മയില അങ്ങനെയൊക്കെ അടിക്കും. അപ്പോൾ ഇനിയുള്ള കാഴ്ച നിങ്ങൾ കണ്ട് തന്നെ അറിഞ്ഞോട്ടാ. വല മൊത്തത്തിൽ കറക്കി മിങ്ങിനെ കണ്ട് നമ്മൾ അടിച്ചേക്കണാണ്. ഇനിതേ വലിയ വെള്ളത്തിലൊക്കെ പോലെ നമ്മൾ അപ്പുറത്തെ തെല്ലിലെ കോലിൽ തോണ്ടി എടുക്കണം കേട്ടോ. കുളത്തുണ്ട്, അത് വെച്ച് തോണ്ടി ഇങ്ങനെ എടുത്തിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഇനി വീഞ്ചിന് പകരം എന്തൊക്കെയാണ് ചെയ്യണം എന്നുള്ള കാഴ്ച നോക്കി തന്നെ കണ്ടോട്ടോ നിങ്ങൾ.
ഇടയ്ക്ക് പക്കൊക്കെ പോയടാ കണ്ണാ കൈവലി ഇഞ്ചില്ല പണ്ടത്തെ പണി അടിച്ചിട്ട് വീഞ്ചത്ത് വന്നേ പണ്ടൊക്കെ എനിക്കല്ല അതെ മീൻ കണ്ട പണി സ്പീഡ് അപ്പൊ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നമുക്ക് വീഞ്ചില്ല, പകരം കൈക്ക് വലിച്ച് ആ റിങ്ങും കാര്യങ്ങളൊക്കെ കയറ്റി ഇനി ഇത് ആവേശത്തിൽ വല പിടിച്ചേരുന്ന ഒരു കാഴ്ച കേട്ടാ. ഏലവും കാര്യങ്ങളൊക്കെ ഇട്ട് വല നമ്മുടെ അടുത്ത് വന്നിട്ട് ഇനി മീനെ കോരിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇനിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഒരു ചെറിയ ഡിങ്കിയും കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ മീനെ കോരാൻ വേണ്ടി പോണേട്ടാ. ഈ ഒരു ആദ്യത്തെ മീൻ നിങ്ങൾ നോക്കാനായിട്ട് ഇനി നമ്മൾ മുറി വെച്ചെടുക്കണ ഒരു കാഴ്ച ഉണ്ട്. 1, 2, 3 മുറികൾ വെച്ചെടുക്കണ ഒരു മീൻ പിടുത്തം ഇതിൻ്റെ അവസാനമുണ്ട്. വീഡിയോ നിങ്ങൾ കണ്ടോ? ഇനി അങ്ങാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിക്കോളൂ ഇനി ഞാൻ നിങ്ങളോട്ട് കാണിച്ചു തരാൻ വേണ്ടി പോണത്. അപ്പോൾ ആദ്യത്തെ വലയിൽ കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ ചെമ്മീനും കൊഴുവയാണ് കേട്ടാ. പിന്നെ 2-3 ജെല്ലി ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. भैया അങ്ങനെ ഓടി നടന്ന് നമ്മൾ രണ്ടാമത്തെ വലയും കാര്യങ്ങൾ അടിച്ച് കുറച്ച് നമ്മൾ ഓടിയായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തിട്ട് വേഗം തന്നെ വല അടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തന്നെ കേട്ടാ. ചെമ്മീനെ കണ്ട ഇതിന്റെ ചൂട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് തൊണ്ടൊക്കെ കളഞ്ഞ് അങ്ങോട്ട് സവാളയൊക്കെ ഇട്ടല്ലേ വിചാടാ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങാട് റെഡിയാക്കി എടുക്കണം. നല്ല വലിയ ചെമ്മീനാണ്. നക്കറിയും കുക്കറിയും ഒക്കെ ഉണ്ട്. ഒരു ഐഡിയ ഉണ്ടല്ലേ.
തട്ടിക്കൊടുക്കണം ഞാൻ പറഞ്ഞത്. അതെന്താ അവിടെ പാല വീട് പാല കണ്ട അവിടെ അങ്ങനെ തന്നെ പാല പോണ എങ്ങനെ? മൂന്നാമത്തെ വല ATP അടിക്കണത്. അങ്ങനെ 3ഉം 4ഉം 5ഉം വല വരെ ഒരു ദിവസം ചിലപ്പോൾ 6, 7 എണ്ണമൊക്കെ അടിക്കും. മൂന്നാമത്തെ വലയിലും നമുക്ക് മീനും കാര്യങ്ങളും പ്രതീക്ഷിച്ചാണ് നമ്മൾ അടിച്ചേക്കണത്. പക്ഷെ മൂന്നാമത്തെ വലനേക്കാളും ഏറ്റവും കൂടുതൽ മീനും ചെമ്മീനും നമ്മുടെ നെയ്മീൻ്റെ ചെറുത് ചെമ്പാൻ, അതുപോലെ തന്നെ അയില, അങ്ങനെയുള്ള എല്ലാ മീനൊക്കെ കിട്ടിയത് നമുക്ക് 4ാമത്തെ വലയിലാണ്. അപ്പോൾ ഈ വലയിൽ ചെമ്മീനല്ല കേട്ടോ കിട്ടിയേക്കണത്, ഈ വലയിൽ കിട്ടിയേക്കണത് മീനാണ്. എന്ത് മീനാണെന്ന് ഇപ്പോഴേ മനസ്സിലായ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു. അപ്പോൾ വീഞ്ച്, നമ്മുടെ വീഞ്ചെന്ന് പറയാൻ പറ്റില്ല, വീഞ്ചിൻ്റെ ആ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ കപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ റോപ്പ് കെട്ടി വെച്ചിന് വല പിടിച്ച് കയറുമ്പോൾ നല്ല പെട്ടക്കണ ചെമ്മീനല്ല മീനെ നിങ്ങൾക്ക് കാണാം കേട്ടാ. മീനാണട്ടാ നമ്മുടെ വലയിൽ. ഒന്നും കൂടെ പിടിച്ചെടുത്തോ, പിടിച്ചെടുത്തോ. ഓടണ കണ്ട എന്തൊരു ചന്തം, ചതതി കുന്തം. പിടിച്ചോ മോനെ, ഓടിയല്ല. താകാ താകാ, ധീമി ധീമി, താകാ താകാ, ധീമി ധീമി. നമ്മുടെ വലയിൽ മീനുണ്ടട്ടാ, മീനുണ്ടട്ടാ നമ്മുടെ വലയിൽ. കൊട്ട మొత్తం చూరిన మేతికి Dimi, Dimi. Daga, daga. Dimi, Dimi. നമ്മുടെ വലയിൽ മീനാട്ടാ. പിടിച്ചോ മോനെ, പിടിച്ചോ മോനെ, എടുത്തോ മോനെ. ദാഗ, 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 ദാഗ.
ഒന്നുകൂടി വലി നോക്കണേ രണ്ടെണ്ണാക്കണോ എല്ലാ വലയിലും വെറൈറ്റി മീനുകളായിട്ടാണ് കിട്ടുന്നത്. നേരെ ചെമ്മീൻ കിട്ടി, അത് കഴിഞ്ഞ് അയില കിട്ടി, ഇപ്പൊ ഇതിൽ കൊഴുവയും ശീലാവും അതുപോലെ തന്നെ ചെമ്മീനും എല്ലാം കൂടി മിക്സ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി ലാസ്റ്റ് വലയാണ്, അതൊരു കിട്ടുക്കൻ വലയാണ്. നിങ്ങൾ എന്തായാലും ആ വല കാണണം. അത്രയും മീൻ മുറി വെച്ചൊക്കെ എടുക്കണ കാഴ്ച, 1, 2, 3 മുറിയൊക്കെ വെച്ച് നമ്മൾ മീൻ എടുക്കണ കാഴ്ചയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടാ. നിറച്ച് മീനാട്ടാ, ഇവിടെയൊക്കെ നിറച്ച് മീനാണ്. ഇതേ ചാടി അടിച്ചിട്ടുണ്ട്. പടക്കട്ടകള് നിറച്ച് മീനോട് നോക്കിയ നിറച്ച് മീനോ. ജൽദി ജൽദി പെടുത്തോ മീമോട്ടെ വല കേറി വരണ മീൻ കണ്ട ഇവിടെ കണ്ട മീനാണ്. മീനാണ് മറച്ച് മീനാണ്. അതേ മുറി വെച്ചെടുക്കാൻ പോണാണ് കേട്ടാ. ആദ്യത്തെ മുറി ആയിട്ടാണ്. ആദ്യത്തെ മുറി രണ്ടാമത്തെ മുറി എടുക്കേണ്ട. ആദ്യത്തെ മുറി ഇറച്ചി മീനാണ്. പെടക്കണ മീനാണ്. രണ്ടാമത്തെ മുറി മൂന്നാമത്തെ മുറി. മൂന്നാമത്തെ മുറി. ഇനി എല്ലാ മീൻ്റെയും ലേലം വിളിയാണ് ഞാൻ നിങ്ങളിലോട്ട് കാണിച്ചു തരാൻ പോണം. നമ്മൾ നേരെ അഴിന്ന് കരയിലോട്ട് കയറേണ്ട. കായൽ വഴി നേരെ നമ്മൾ അഴീക്കോടേക്ക് പോവുകയാണ്. അവിടെയാണ് ലേലം വിളിയും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ വലിയ വള്ളങ്ങളൊക്കെ മീനൊക്കെ കൊടുത്ത് വീണ്ടും വലടിക്കാൻ വേണ്ടി പോണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നേട്ടാ. അതെ നമ്മുടെ ഈ വാലിലൊക്കെ പെടക്കണ മീനാണ്. കണ്ടാ, ഇതൊക്കെ പെടക്കണ മീനാണത്. അതിനകത്തൊക്കെ പെടക്കണ മീനാണ്. കണ്ടാ ചേട്ടാ, ഈ ഒരു മീൻ പിടുത്തം എങ്ങനെ ഐഡിയ എങ്ങനെ കൊണ്ടോ? പഴയ വല ചെയ്തിട്ട് പുതിയ വലല്ല, അപ്പൊ ഒരു പഴയ വല എടുത്തിട്ട് പണിക്ക് വേണ്ടി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കടം വരൂല, കടം വരണ പണിയല്ല. ഈ ബോളം വല അടിച്ചിട്ട് ഒരു 3-4 മീൻ കിട്ടും.
ഒരു വള്ളം വല അടിച്ച് പൊക്കുമ്പോ സമയം ഉണ്ടെങ്കിൽ ഒരു 5-6 വല ഇതിലടിക്കാനും പറ്റും. 10-12 രൂപ പണി പിടിക്കാനും പറ്റും. 4-5 പേരുള്ളതുകൊണ്ട് അതുകൊണ്ട് ഷെയറും കിട്ടും. കേട്ടാ ഇക്ക മീനാണ്. 5 പേര് 6 പേര് മതിട്ടാ, സുഖം പണിയാണ്. 5 പേര് 6 പേരാണെങ്കിൽ ഒരു കുഞ്ഞു വരണ്ടായി കഴിഞ്ഞാൽ മീൻ്റെ കായുണ്ടെങ്കിൽ വർഷക്കാലത്ത് മാത്രം പണി എടുക്കാം. വർഷക്കാലത്ത് മാത്രം വർഷക്കാല സീസൺ പണിക്കെടുക്കാം. മണിക്ക് സുഖമായിട്ട് എടുക്കാം. കരയിലെ പണിയൊക്കെ അതേപോലെ നമുക്ക് കരയിലോട്ട് മീനും കൊണ്ട് ലേലം വിളിക്കാൻ വേണ്ടി പോവേണ്. ആകെ ഒരു 5 വല അടിച്ച് പരിപാടിയും കഴിഞ്ഞിട്ടേ പോവേണ്. കാലത്ത് വെളുപ്പിനൊരു 6 മണിക്ക് വള്ളം തള്ളിയാണ്. ഇപ്പൊ സമയം ഒരു 8-9 മണി 10 മണിക്ക് പരിപാടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവേണ്. കാശും വാങ്ങി വീട്ടിൽ പോവാ. 10 മണി കൊണ്ട് പരിപാടിയില്ല. കളിയാക്കിയവര് പിന്നെ അവിടെ നിന്ന് കളിയാക്കും. അവർക്ക് അതേ അറിയുള്ളൂ. പക്ഷെ അതിലല്ല കാര്യം, ഇറങ്ങിയൊന്നും കൈ നനഞ്ഞ് മീൻ പിടിക്കലല്ല കാര്യം. അത് അവരവിടെ വിജയിച്ചു. കണ്ട നല്ല നെയ്മീനും ചെമ്പാന്ന് പറയാം, ചെമ്പാനും അയിലയും പിന്നെ നമ്മുടെ കൊഴുവയും പൂവാലഞ്ഞ മീനൊക്കെ ഉണ്ട്. ലേലം വിളിയും കാര്യങ്ങളൊക്കെ കാണിച്ചത്. ഇവിടെ പാലം പണി നടക്കേണ്ട. കേട്ടാ പാലം പണി കണ്ടാ, അപ്പുറപ്പുറമൊക്കെ പാലം പണിയാണ്. നമ്മൾ ഇനി ലേലം വിളിക്കാൻ വേണ്ടി പോവേണ്ട. നമ്മള് പിടിച്ചോണ്ട് വന്ന ചെമ്മീനും കൊഴുവയും അയിലയും ചെമ്പാനും എല്ലാം കൂടി ഇപ്പൊ ലേലം വിളിക്കാൻ വേണ്ടി പോവേണ്ട. ഇപ്പൊ ആദ്യത്തെ മീൻ ലേലം വിളിക്കാൻ വേണ്ടി കൊണ്ടുപോവേണ്. ചേട്ടൻ കൊണ്ടുപോവേണ്ട. ഇതാണ് നമ്മുടെ അഴീക്കോട് ഹാർബർ. $4,100 ലേലം ഉറപ്പിച്ചട്ടാ ഇത്രയും മീനട്ടാ. കേട്ടാ ഈ മീൻ ലേലം വിളിച്ചെടുത്തേക്കണത് അൻവർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവർ പിന്നെ ഈ ചീട്ട് ലേലം വിളിച്ചാൽ പിന്നെ ഈ ചീട്ട് എടുത്ത് അങ്ങിടും കേട്ടാ. പിന്നെ ഇതിനകത്ത് ലേലം വിളിയില്ല, കഴിഞ്ഞ്. നമ്മുടെ കൊഴുവക്ക് ലേലം വിളിക്കാൻ പോണം. കേട്ടാ ചത്തട്ടില്ല, ജീവനുള്ള മീനാണ്ടാ. പെട്ടക്കണ മീനാണ്. 20 രൂപ 20 21 22 22 23 24 26 24 25 25 26 27 27 27 27 27 27 27 നമ്മുടെ അടുത്ത മീൻ്റെ കൊണ്ടുപോകാനുണ്ട്. ഇവിടെ കൊണ്ടുവന്ന ചേക്കാണ്. ഇതിന്റെ ലേലം കേക്കാട്ടാ. 2,700 രൂപ അത് വിളിച്ചിട്ടുണ്ട്. ചാവാത്ത മീനാണ്ടാ. 20 21 22 23 24 26 24 25 25 25 25 25 രൂപ 25 26 27 രൂപ 27 27 ഉണ്ണിമാല 2,700 രൂപ ഇതും ലേലം ഉറപ്പിച്ചിട്ടാ. ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ മീൻ. ഇനിയും അതെ നമ്മുടെ ലാസ്റ്റ് മീൻ ലേലം വിളിയാണ് കേട്ടാ, ചെമ്മീത്തിന്റെ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ ചേട്ടനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, വിപിൻ ചേട്ടൻ്റെ പേജിൻ്റെ പേര് പറഞ്ഞത് വിപിൻ കെ ബി. അതുപോലെ കടൽ ലൈഫ് വ്ലോഗ്, അത് ഇതിന് മുന്നേ തുടങ്ങിയ പേജാണ്. നമ്മുടെ ചേട്ടൻ്റെ മീൻ പിടുത്തവും കാര്യങ്ങൾ 2 പേരിലുണ്ട്. മഹേഷ് കടൽ ലൈഫ് വ്ലോഗും അറിയാൻ പറ്റും. മഹേഷ് ഒന്ന് നോക്കിയേക്ക്. കടൽ ലൈഫ് വ്ലോഗ് ചാനലിന്റെ പേര് കൊടുക്ക്. യൂട്യൂബൊക്കെ ആണെന്ന് കടലിലെ സംബന്ധമായിട്ട് ഈ മീൻ മീൻ പിടുത്തം ഞണ്ട് പിടുത്തം എല്ലാം ചേട്ടൻ പേജിലേക്ക് ഇടണം കേട്ടാ. അപ്പൊ എന്റെ കറിക്കുള്ള മീനാണ്, ഞാൻ ഹാപ്പി ആയി കണ്ടാ. കറിക്കുള്ള മീനൊക്കെ കിട്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു. നമ്മൾ കാലത്ത് വെളുപ്പിന് പോയിട്ട് മീൻ വല അടിക്കണതും മീൻ കിട്ടുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി കാണിച്ച്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും വിളിക്കുന്ന